IPL-ൽ കന്നി കിരീടം RCB നേടിയതിന് പിന്നാലെ ടീമിന്റെ ഓണേഴ്സ് ഫ്രാഞ്ചൈസി വിൽക്കാനുള്ള പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് കമ്പനിയായ ഡിയാജിയോ ആണ് വിജയമല്യ തകർന്നതിന് ശേഷം യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഏറ്റെടുത്ത് അതുവഴി RCBയുടെ ഓണർഷിപ്പ് സ്വന്തമാക്കിയത്. എന്നാൽ ടീം ഇത്തവണ കപ്പ് നേടിയതോടെ അവരുടെ ബ്രാൻഡ് വാല്യൂ 30% കുത്തിനെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പക്ക ബിസിനസ് മൂവ് എന്ന രീതിയിലാണ് 2 ബില്യൺ അഥവാ 17,132 കോടി രൂപ വാല്യുവേഷനിൽ RCBയുടെ ടീം വിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം താരിഫ് പ്രശ്നങ്ങൾ മൂലം ഡിയാജിയോ കമ്പനിക്ക് പ്രീമിയം ആൽക്കഹോൾ സെക്ടറിൽ പ്രോഫിറ്റ് മാർജിൻ നന്നായി കുറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് RCBയുടെ നിലവിലെ ബ്രാൻഡ് വാല്യൂ മുതലാക്കി ടീം വിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ഇന്ത്യൻ ഹെൽത്ത് മിനിസ്ട്രി സ്പോർട്സ് രംഗത്തുള്ള ഡയറക്റ്റും ഇൻഡയറക്റ്റുമായ ആൽക്കഹോൾ ടുബാക്കോ പ്രൊമോഷൻ ബാൻ ചെയ്യാൻ പോവുകയാണ് എന്നൊരു ന്യൂസും കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ RCBയുടെ ഓണർഷിപ്പ് അല്ല ടീമിന്റെ പേര് തന്നെ റീബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കും. അതുകൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഡിയാജിയോ ഓണർഷിപ്പ് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിലായി IPL-ൽ ഇതുപോലെ ഓണർഷിപ്പ് മാറ്റം വന്നത് ഗുജറാത്തിന്റെ കാര്യത്തിലാണ്. 2021-ൽ CVC ഗ്രൂപ്പ് ടോട്ടലായി വാങ്ങിയ ടീമിനെ കഴിഞ്ഞ വർഷം ടൊറന്റ് ഗ്രൂപ്പിന് 67% സ്റ്റേക്ക് വിറ്റ് ഓണർഷിപ്പിൽ മാറ്റം കൊണ്ടുവന്നിരുന്നു. നിലവിൽ 33% മാത്രമാണ് CVC ഗ്രൂപ്പ് ഓൺ ചെയ്യുന്നത്. അത് വിൽക്കാനുള്ള പ്ലാനും അവർ നടത്തുന്നുണ്ട്.